ഒരുപാട് നാളത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ചെറിയ പെരുന്നാൾ ഇതാ വന്നെത്തി. ലോകമെമ്പാടുമുള്ള കോമഡി സൂപ്പർ നൈറ്റിന്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. ഈദ് പ്രമാണിച്ചുണ്ടല്ലോ നമുക്കിവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. തെന്നിന്ത്യയിൽ തന്നെ ഒരു സൂപ്പർ താരമാണ്, സുന്ദരിയാണ്. കോ എന്ന ചിത്രത്തിലൂടെ എല്ലാവരുടെയും പ്രിയങ്കരിയായി മാറിയ നമ്മുടെ സ്വന്തം കാർത്തിക. रब की कवाली है इश्क कोई, दिल की दीवानी है इश्क कोई, महकी सी प्याली है इश्क कोई, सुबह की लाली है इश्क, गिरता सा झरना है इश्क कोई, उठता सा कलमा है इश्क कोई, सांसों में लिपटा है इश्क कोई, आंखों में दिखता है इश्क। मेरे दिल को तू जान से जुदा कर दे, यूं बस तू मुझको फना कर दे, मेरा हाल तू मेरी चाल तू बस कर दे आशिकाना, तेरे वास्ते मेरा इश्क सूफियाना, मेरा इश्क सूफियाना, मेरा इश्क सूफियाना, तेरे वास्ते मेरा इश्क सूफियाना, मेरा इश्क सूफियाना, मेरा इश्क सूफियाना। साथ साथ चलते चलते हाथ छूट जाएंगे, ऐसी राहों में मिलो ना, बातें बातें करते करते रात कट जाएगी, ऐसी रातों में मिलो ना, क्या हम हैं क्या रब है, जहाँ तू है वही सब है, तेरे लब मिले मेरे लब खिले, अब दूर क्या है जाना, तेरे वास्ते मेरा इश्क सूफियाना, मेरा इश्क सूफियाना, मेरा इश्क सूफियाना, तेरे वास्ते
അസ്സലാമു അലൈക്കും. സലാം. ഈദ് മുബാറക്. എല്ലാവർക്കും ഈദ് മുബാറക്. കാർത്തിക, ഈദ് മുബാറക്. ഈ വളരെ പുണ്യപ്പെട്ട ദിവസം തന്നെ നിങ്ങളിവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ ഈദ് മുബാറക്. എല്ലാ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലും നായികയായിട്ട് അഭിനയിച്ച ഒരാളാണ് കാർത്തിക. അതുകൂടാതെ ഒരുപാട് പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരാളാണ് അല്ലേ? രാധ മാമിന്റെ മോളാണ്, മോളാണ് അല്ലേ? ചേച്ചിയമ്മ അംബിക മാഡമാണ് അതെ അല്ലേ? ഒരു സിനിമാ കുടുംബത്തിലൊരു അംഗമാണ് അല്ലെ? പറയൂ കാർത്തിക, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയതൊന്നുമില്ല. സോ ദിസ് ഈസ് ഒഫീഷ്യലി ഇതെന്റെ ഫസ്റ്റ് എവർ മലയാളം ഷോ ആണ്. സോ ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ. സോ ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ളൊരു സെറ്റ് ഐ തിങ്ക് ഞാൻ സൗത്തിൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. സോ യു ആർ ഡൂയിങ് ഗുഡ് ജോബ്. ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ. ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ എന്താ, ഏത് ലൊക്കേഷനിലാണ്, ഏത് സിനിമയാണ് നടക്കുന്നത്? സി ആക്ച്വലി എല്ലാവരും ചോദിക്കും, ഞാൻ വളരെ കുറച്ച് മൂവീസേ ചെയ്തിട്ടുള്ളൂ. ആൻഡ് യുനോ വർഷത്തിൽ ഒരു പടം ആയാലും അത് അത്ര നല്ല പടമായിരിക്കണം, ബാനർ ആയിരിക്കണം, സ്റ്റാൻഡേർഡ് ആയിരിക്കണം. കാരണം യുനോ ലൈക്ക് ഞാൻ പടം യുനോ നോട്ട് ഫോർ എ ലിവിങ് യുനോ ലൈക്ക് യുനോ പൈസക്കോ ജസ്റ്റ് ഫോർ ദാറ്റ് അല്ല. സോ ജസ്റ്റ് റെസ്പെക്റ്റ് ആണ്. അത് ഫിലിം ഇൻഡസ്ട്രി എൻ്റെ ഫാമിലിയാണ്. സോ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. സോ ഒരു പടം ചെയ്താൽ അത് ലൈക്ക് ഫുൾ ഹാർട്ട് ആൻഡ് സോൾ ഇട്ട് ചെയ്യണം. പിന്നെ എനിക്കൊന്ന് കാർത്തിക് ഒരുപാട്, അതായത് ഈ പറഞ്ഞ പോലെ വളരെ ചുരുക്കം സിനിമകളെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ മകരമഞ്ഞ് പോലെ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചു. പോലെ KV ആനന്ദിന്റെ ഒപ്പം ജീവയുടെ നായികയായിട്ട് സിനിമ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഒരു കമ്പത്ത് ദിലീപന്റെ മമ്മൂക്കയുടെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് വലിയ വലിയ പേരുകൾ ഉള്ള സിനിമകളിൽ, നല്ല സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചു അല്ലേ? വെരി മച്ച്. ഐ ഫീൽ വെരി ബ്ലെസ്ഡ്. ആണ്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കോമ്പിനേഷനാണ് മമ്മൂക്ക ദിലീപേട്ടൻ. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ആക്ച്വലി ഞാൻ കമ്മത്തിന് മുമ്പേ പടം ചെയ്തിട്ടുണ്ട്. ബട്ട് അപ്പോൾ ഒരു ഞാൻ നോക്കി ഞാൻ സ്റ്റാറായി അല്ലെ ഞാൻ ഒരു മൂവി ആക്ട്രസ് ആണെന്ന് ആ ഫീൽ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ദിലീപ് ഏട്ടൻ്റെ കൂടെ സെറ്റിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഓ മൈ ഗോഡ്, ആ ഫാൻ മൂവ്മെന്റ് അല്ലേ, ഒരു ഫാൻ സ്ട്രക്ക് ലൈക്ക് ഞാൻ ഐ എം ബിറ്റ്വീൻ സ്റ്റാർസ്. ബിക്കോസ് ദിലീപ് ഏട്ടൻ്റെ പടം ഫസ്റ്റ് കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? അയ്യോ ഇത് ഭയങ്കര കോമഡിയാണ്. ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. സിൻസ് ഞാൻ ബോംബെയിലാണ് ജനിച്ചു വളർന്നത്. വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഓർത്തു ചെന്നൈയിലായിരിക്കും അല്ലേ? എല്ലാവർക്കും അങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ട്. ബിക്കോസ് അമ്മ, എന്റെ അമ്മ കൂടുതലും തമിഴ് പടമാണ് കൂടുതൽ ചെയ്തത്. അംബികാലമ്മ മലയാളം ചെയ്തിട്ടുണ്ട്. സോ ബട്ട് ഇല്ല, കല്യാണം കഴിഞ്ഞിട്ട് അമ്മയും അച്ഛനും ബോംബെയില്. അമ്മ അഭിനയിച്ച സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? അത് അമ്മേന്റെ ഫസ്റ്റ് പടമാണ്, ഭാരതി രാജ സർ. സോ അലൈകൾ ഒഴുവതില്ലേ. ആൻഡ് ഭാരതി രാജ സർ പോലത്തെ ഒരു ഗുരു അമ്മേനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഉദയ് ചന്ദ്രികേനെ രാധ ആക്കിയത് ഭാരതി രാജ സർ. സോ സാറിന്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞതിൽ ഐ എം വെരി ലക്കി. സോ സാറിന്റെ അന്നക്കൂടി എന്ന് പറഞ്ഞ പടത്തിൽ ഐ വാസ് ദ ലീഡിങ് ക്യാരക്ടർ. സോ കോ കഴിഞ്ഞ ഉടനെ സാർ വന്നു. സോ കോൽ ഒരു ലൈക്ക് ഒരു മോഡേൺ ജേർണലിസ്റ്റ് ക്യാരക്ടർ ചെയ്തിട്ട് സാർ വന്നത് അന്നക്കൂടി എന്ന് പറഞ്ഞ ഒരു വില്ലേജ് സബ്ജക്റ്റും കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ അയ്യേ സാറിന് എന്ത് മനസ്സിലായില്ലേ, ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ പോവാം അപ്പം തന്നെ സാർ എന്നെ ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞാൽ അയക്കും. ബിക്കോസ് ഐ കുഡൻ ഇമാജിൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കണ്ടിട്ട് ഇങ്ങനെ കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് തരാൻ പറ്റുന്നത് അത് ഓൺലി ഭാരതി രാജ സാർ പോലത്തെ ഒരു ലെജൻഡിന് അങ്ങനത്തെ ഒരു വിഷൻ ഉണ്ട്. സോ എനിക്ക് സാറിൻ്റെ ഒരു പ്രോപ്പർ ഫീമെയിൽ ഓറിയന്റഡ് മൂവിയിൽ ടൈറ്റിൽ ക്യാരക്ടർ കിട്ടി. സോ ദാറ്റ് വാസ് വെരി വെരി സ്പെഷ്യൽ. നമ്മള് ദിലീപേട്ടനെ കുറിച്ച് സംസാരിച്ചു വന്നു അല്ലേ? വിനയജിയെ കണ്ടപ്പോഴേ ഒരു കാര്യം പറയാൻ തോന്നുന്നു, ഒരു അഫ്ഗാനിസ്ഥാൻ ലുക്ക് അല്ലേ? അടിപൊളി ലുക്ക്. നല്ല കാര്യമല്ലേ? അല്ല സൂപ്പർ സൂപ്പർ. എങ്ങനെയുണ്ട് ഇപ്പൊ എങ്ങനെ വിനയെടുത്ത് സംസാരിക്കുന്നത് എങ്ങനെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിനയജി വരുമ്പോ എങ്ങനെ പറയും? കോമഡി സൂപ്പർ നൈറ്റിലേക്ക് സ്വാഗതം. ചുങ്കത്തല പവയുടെ ബൈ ചുങ്കത്ത് ചുവ അങ്ങനെ പറയേണ്ടി വരും. അല്ല ഇതെങ്ങനെയുണ്ട്? മറ്റേ അതിനൊക്കെ കുറെ നേരമായിട്ട് ആലോചിക്കും അതിന് എന്ത് പറയാനാണ്. സുമേഷ് മാത്രം പൊക്കി പറഞ്ഞോണ്ടിരിക്കുക, സൂപ്പർബ് സൂപ്പർബ് സൂപ്പർ എന്ന് പറഞ്ഞോണ്ടിരിക്കുക. അതുകൊണ്ടല്ലോ ഇദ്ദേഹത്തിനെ പറ്റി സംസാരിക്കാനേ അദ്ദേഹത്തിന് സമയമുള്ളൂ, സദാസമയവും. കഥയിലൊരു ട്വിസ്റ്റ് അല്ലേ? എനിക്ക് കണ്ടപ്പോ തോന്നി എന്താണെന്നറിയാം, നമ്മള് കുഞ്ഞിലെ ഉത്സവ പറമ്പിൽ പോവില്ലേ, അപ്പൊ അവിടെ പാവകളൊക്കെ അതിലും വിറ്റെന്താണെന്നറിയോ? ആ പാവകളുടെ കൂട്ടത്തിൽ ഏറ്റവും വില കുറഞ്ഞ പാവ
അതിലാണ് ഈ മിനുക്കൊക്കെ വരുന്നത്. മിനുക്ക് അതിലാ വരുന്നത്. കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള പാവയ്ക്കാണെങ്കിൽ പൈസ കൂടുതലാവും. ഇതാവുമ്പോ ഒരു 50 രൂപ 75 രൂപ കിട്ടും. അങ്ങനെ കളിയാക്കും പക്ഷെ കാണാൻ കൊള്ളാം. അല്ല വിനയുടെ കുറച്ച് അഫ്ഗാനിസ്ഥാൻ ലുക്കിനെക്കാളും ഭേദമല്ലേ ഇത് അല്ലേ? ആണോ? ആ അത് ബോറാണ്, ഇത് കുഴപ്പമില്ല. അതേ വരുള്ളൂ ഇപ്പം. നമുക്ക് വിഷയത്തിലേക്ക് തിരിയാറാം. അല്ല നമ്മളിപ്പോ ദിലീപേട്ടന്റെ കൂടെ അഭിനയിച്ച കാര്യമാണ് പറഞ്ഞു തന്നത്. ഇപ്പം കമ്പത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ദിലീപേട്ടൻ മാത്രമല്ല മമ്മൂക്ക ഉണ്ടായിരുന്നു. എന്റെ ടെൻഷൻ ആയിരുന്നു എന്റെ മലയാളം. സോ ദിലീപ് ഏട്ടൻ ഓബ്വിയസ്ലി നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ആണ്. എന്റെ ലൈക്ക് ഡയലോഗ് എന്തെങ്കിലും പറയുമ്പോൾ കളിയാക്കിയാൽ അത്രയേ ഉള്ളൂ, പിന്നെ ഞാൻ ബ്ലാങ്ക് ആയി പോകും. അപ്പൊ ഫസ്റ്റ് ഡേ ഞാൻ പോയതും ഷൂട്ടില്ലായിരുന്നു, ജസ്റ്റ് എല്ലാവരെയും ഹായ് ബൈ കണ്ട് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആയിരുന്നു ഷൂട്ട്. സോ ഞാൻ കാണാൻ പോകുമ്പം എല്ലാവരെയും കണ്ടു, എവ്രി വൺ വാസ് സ്വീറ്റ്. അപ്പോൾ ഞാൻ ഭയങ്കര പ്രൊഫഷണലിസം ആയിട്ട് നമ്മളുടെ അസിസ്റ്റന്റ് ഡയറക്ടറിനെ വിളിച്ചു, എനിക്ക് എൻ്റെ ഡയലോഗ്സ് മുമ്പേ വേണം, സോ ഐ ഹാവ് ടു ബൈ ഹാർട്ട് ഇറ്റ്. എനിക്ക് നല്ല ആരെങ്കിലും ഒരു കോച്ച് വേണം, അതിന് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയൊക്കെ പഠിപ്പിക്കണം. ദിലീപ് ഏട്ടൻ്റെ മുമ്പ് എന്നെ ചമ്മിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഇതൊക്കെ. അപ്പോൾ എല്ലാം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ലൊക്കേഷൻ വന്നപ്പോ അതെ നിങ്ങൾ ഊമയല്ലേ പടത്തില്? അയ്യോ അപ്പൊ ഡയലോഗ്സ് വേണ്ടല്ലോ. ഞാൻ ഫുൾ ലൈക്ക് റിലാക്സ് ചെയ്യാൻ അപ്പോഴാണ് ശ്വാസം വീണ. അയ്യോ ഡയലോഗ്സ് വേണ്ടല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. കാർത്തികനെ കാസ്റ്റ് ചെയ്തത് സാർ പറഞ്ഞ സംസാരിക്കാൻ പറ്റാത്തോണ്ട് കണ്ണ് കൊണ്ട് സംസാരിക്കും. സാറില്ല. അപ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ബ്ലാ 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 ബ്ലാ. എനിക്ക് തോന്നുന്നേ ഊമയായിട്ടല്ലേ കമ്പത്തിൽ അഭിനയിച്ചത്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഊമയായിട്ട് വന്നിട്ട് എന്നോടോ പ്രിയനോടോ സമയം ചോദിച്ചാൽ മതി. എങ്ങനെ ചോദിക്കും? ഒരു ഊമ സമയം എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? അത് നല്ലൊരു നല്ല സംഭവം. പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അതെ, അതുകൂടാണ്ട് ഈ ചങ്ങായി എല്ലാ കണ്ണുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന പറഞ്ഞേ. സംസാരിക്കാൻ പറ്റില്ലെങ്കിലും കണ്ണുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന ആളാ. അതായത് നിൽക്കുന്നവർക്ക് തോന്നണം സമയമാണ് ചോദിക്കുന്നത്. അതിപ്പോ പ്രിയടുത്താണ് ചോദിക്കുന്നെങ്കിൽ പ്രിയ അതിന് മറുപടിയും പറയണം ഊമയായിട്ട് തന്നെ. എന്താ പറഞ്ഞേ? സമയം ചോദിക്കുമ്പോഴേ ഊമയായിട്ട് തന്നെ അങ്ങോട്ട് മറുപടി ചേട്ടാ, സംസാരിക്കാൻ കഴിഞ്ഞിട്ട് ഇതാണ് പാട്. ഇനി ഊമയായി കഴിഞ്ഞല്ലോ എങ്ങനെ നമുക്ക് കാണാം. അതെ, അത് നോക്കട്ടെ. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. നമ്മള് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, പ്രിയ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. കാർത്തിക എൻട്രി ചെയ്യും. കാർത്തിക ഊമയാണ്, സംസാരിക്കാതെ ചോദിക്കുന്നു സമയം എത്രയായി. അതിനുശേഷം ചോദിക്കണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴി ഏതാ. രണ്ട് കാര്യങ്ങളാണ്. കണ്ണുകൊണ്ടുള്ള കാർത്തികയുടെ അഭിനയവും പ്രിയയുടെ അഭിനയ വൈഭവവും നല്ല കാണാം. പ്രിയയുടെ കാര്യം ഇദ്ദേഹം ജഡ്ജ് ചെയ്തോളൂ. അതല്ലേ, നമുക്ക് കാർത്തികയുടെ അല്ലേ? അയ്യോ അത് ട്രെയിൻ ഇങ്ങനെ വണ്ടിയില് ഇങ്ങനെ എടുക്കാൻ റൈറ്റ്, എന്നിട്ട് നേരെ പോവാ. അയ്യോ വീഴരുത്. മനസ്സിലായ? വല്ലതും മനസ്സിലായ? ഇല്ല, നേരെ പോവാ. പിന്നെ ഇങ്ങനെ തിരിയാ, പിന്നെ അങ്ങോട്ട് നടക്കാം, പിന്നെയും തിരിയാ. അവിടെ റെയിൽവേ സ്റ്റേഷൻ. ഒന്നും മനസ്സിലായില്ല? അത് തന്നെ ലോകം മുഴുവൻ അത്ര തന്നെ അത് കണ്ടുപിടിക്കാൻ. രണ്ടുപേരും അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ് വളരെ ഗംഭീരമാണ്. നല്ല സ്റ്റെപ്പുകളായിരുന്നു. കറങ്ങി ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കാർത്തിക് നന്നായി ഡാൻസ് കളിക്കില്ലേ? നന്നായല്ല എന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി നന്നായി ചെയ്യുന്നുള്ളത്. കാർത്തിക ഡാൻസ് കളിക്കും എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. കാര്യം സംസാരിക്കുന്നതും നിൽക്കുന്നതും എല്ലാത്തിലും ഡാൻസ്, എല്ലാത്തിലും മുദ്രകളും പരിപാടിയൊക്കെയാണ്. അപ്പൊ ഒരിക്കലും അതിന്റെ ഒരു എന്താ പറയാ പറഞ്ഞു ഫലിപ്പിക്കണ്ട, പ്ലക്കാർഡ് പിടിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി നല്ല ഡാൻസർ ആണ്, പ്രൂവ് ചെയ്ത ഒരു ആർട്ടിസ്റ്റ് ആണ് കാർത്തിക. ഞാൻ എവിടെ പോയാലും എല്ലാം അമ്മമാരുടെ അച്ഛന്മാരുടെ കൂടെ പറയാം, അവരുടെ കുട്ടികളിലെ ഏതെങ്കിലും ഒരു ഫോം ഓഫ് ഡാൻസ് പഠിപ്പിക്കണം. ചുമ്മാ ഒരു ആക്ട്രസ് ആവാനോ അല്ലെ ഡാൻസർ ആവാനോ അല്ല. ബിക്കോസ് ഡാൻസ് എക്സ്പെഷ്യലി ഞാൻ ചെറിയ വയസ്സ് തൊട്ട് ഭരതനാട്യമാണ് പഠിച്ചത്. സോ അതൊരു ഡിസിപ്ലിൻ ആണ്. സോ നമ്മളുടെ കൾച്ചറും
നമ്മളുടെ പാരമ്പര്യവും. സോ അതെല്ലാം ഒരു ട്രഡീഷൻ. ഇപ്പം നമ്മൾ മോഡേൺ ഹിപ്പ് ഹോപ്പ് എല്ലാം എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ബട്ട് ചെറിയ വയസ്സ് തൊട്ടേ ആ ഡിസിപ്ലിൻ, ആ ഭരതനാട്യം മാത്രം എങ്ങനെയെങ്കിലും ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് എക്സ്പെഷ്യലി ഗേൾസിന് പഠിപ്പിച്ചാൽ അത് നമുക്ക് ഫ്യൂച്ചറിൽ അത് ഫെമിനിനിറ്റി അതെല്ലാം വരും. സോ ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്ത് ഭരതനാട്യമായിരുന്നു. പിന്നെ ഒരു സാൽസ, ഹിപ്പ് ഹോപ്പ്, ബെല്ലി ഡാൻസ് അതെല്ലാം കുറച്ച് ബെല്ലി ഡാൻസ്. ഓ, എന്താ ബെല്ലി ഡാൻസ്. ഈ ഒക്കേഷന് പറ്റിയതാണ്. അപ്പോ ഇന്നത്തെ ഷോ ഹിറ്റായി. കാര്യം എന്താണെന്നറിയോ? ഇന്നത്തെ ഷോ തുടങ്ങാൻ പോകുന്ന കാർത്തികയുടെ ബെല്ലി ഡാൻസിലാണ്. അടുത്തതായിട്ട് നമുക്ക് കാർത്തികയുടെ ബെല്ലി ഡാൻസ് കാണാം. അങ്ങനെ ഈസി ആയിട്ടല്ല. ഞാൻ ചെയ്താൽ മിസ്റ്റർ വിനയും മിസ് പ്രിയാവും എന്നെ ജോയിൻ ചെയ്യും. ഇത് ഡോഗ് ഡാൻസ്. അപ്പോ കാര്യത്തിനെ കുറിച്ച് തീരുമാനമില്ല. സോ അപ്പൊ നമുക്ക് എന്തായാലും ഡാൻസിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് സിമ്പിൾ ആണ്. എങ്ങനെ സ്ട്രെയിറ്റ് ആയി ഈ കാല് ഫ്രണ്ടിൽ വെക്കും. ഫ്രണ്ടിൽ ഓക്കെ, പുറത്ത് പോവും. അയ്യോ എന്റെ അമ്മേ. ഇതിന് വെളിയിൽ ഓക്കെ. ഇത് മോളില്, ഹീല് മോളിലാണ്. ഞാൻ കളിക്കണേ. വെരി ഗുഡ്. 1 2 3 4. 1 2 4. See, അതില് 1 2 3 എന്നിട്ട് ട്വിസ്റ്റ്. See, belly dance അതുണ്ടെങ്കിൽ മറ്റേ കാർത്തിക കളിച്ചാൽ മതി. ഇതേയുള്ളൂ. വേറെ പ്രോപ്പർ ബെല്ലി ഡാൻസ് ചെയ്യണമെങ്കിൽ അത് മറ്റേ ഇത് കെട്ടിയാലേ മനസ്സിലാവും. എള്ളതില് സംഭവം സാധാരണ ഇവിടെ കയറി കളിച്ചിരുന്നെങ്കിലേ ഒരു അറബി ടച്ച് വന്നെ മൊത്തത്തില്. സിനിമയിലെ കണ്ടിട്ടുള്ളത് ഇപ്പൊ നേരിട്ട് കാണാൻ പറ്റിയ വലിയ സന്തോഷം. ഇതില് തകർത്തു. ശരിക്കും ഒരു ഡാൻസറിന്റെ ഗ്രേസ് ഉണ്ടാവും ബോഡിയില് ഭയങ്കരമായിട്ടുണ്ട് അല്ലേ? ശരീരത്തിൽ ഭയങ്കര ഗ്രേസ് ഉണ്ട് ഡാൻസ്. അപ്പൊ ചേട്ടാ, പബ്ലിക് ഡിമാൻഡ് മാനിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കാർത്തിക എല്ലാവർക്കും വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം ആലപിക്കാന്ന് പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. അടിപൊളി. നേരത്തെ പറഞ്ഞത് കരയൂന്ന് പറഞ്ഞില്ലേ? പാട തുടങ്ങുമ്പോ കരയും. അയ്യോ കരയരുത്. ഇങ്ങനെയാണോ കരയുന്നത് ബോംബെയിലൊക്കെ? അയ്യോ കരയരുത്. കാർത്തിക. പ്ലീസ്. യോ, നമ്മുടെ ഫ്ലോർ എന്നിട്ട് ഇങ്ങനെ കരയാൻ പാടില്ല. ചിരിക്കേണ്ട ഫ്ലോറാണ്. ഏറ്റവും രസമുള്ളൊരു കാര്യം കരയുന്നത് ഇങ്ങനെ തന്നെ. ഇങ്ങനെ തന്നെ ചിരിക്കുന്നത് ഇങ്ങനെ തന്നെ. അപ്പൊ എന്താ ചെയ്യുന്നത് ആരും എന്ത് ചെയ്യുമ്പോഴും ഒരു പോസ്റ്റർ ഉണ്ട് കണ്ടോ? ഇത് കണ്ടില്ലേ? മൊത്തം ഗ്രേസ് ആണ്. പിച്ചക്കാരിയായിട്ടുള്ള റോളൊക്കെ കിട്ടി എന്ത് ചെയ്യാം അല്ലേ? എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഉണ്ട്. നിപ്പിലും നടപ്പിലും മൊത്തം ഫുള്ളി ബെല്ലിയ. ഇതാണ് നാച്ചുറൽ സട്ടിൽ ആക്ടിങ്. അയ്യോ, ഓൾഡ് ആക്ടിങ്. ചിന്തിക്കുന്ന ഇങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പാട്ടിന്റെ പരിപാടി സ്കിപ്പ് ചെയ്യാം. ഇനിയും കരയും അല്ലേ? അടുത്തതായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു റൗണ്ടാണ്. 5 ചോദ്യങ്ങൾ പ്രിയ കാർത്തിയോട് ചോദിക്കും. ഭയങ്കര ജെന്യുവൻ ആയിട്ട് ഭയങ്കര സിൻസിയർ ആയിട്ട് അതിനെ ആൻസർ ചെയ്യണം. അപ്പൊ തുടങ്ങുകയല്ലേ? എന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യത്തിന് കോമഡി സൂപ്പർ നൈറ്റ് എന്ന് ആൻസർ പറയണം. രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ പറയണം. മൂന്നാമത്തെ ചോദ്യത്തിന് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സത്യമേ പറയാവൂ. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണ് പേര്? കോമഡി സൂപ്പർ നൈറ്റ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, തൊഴുത്തിലിട്ട് വളർത്തുന്ന ഒരു ജീവിയുടെ പേര്. അപ്പൊ ഫസ്റ്റ് ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ പറയണം. കാർത്തിക. ആണോ? അയ്യോ, നല്ല ജീവിയാണ്. നല്ല ജീവിയാണ്. മൂന്നാമത്തെ ചോദ്യം, റോൾ മോഡൽ ആക്കാൻ ആഗ്രഹിക്കുന്നത് ആര്? റോൾ മോഡൽ ആക്കാൻ ആരാണെന്നോ ഞാൻ ചോദിച്ചു. പശു. പശുവാണോ റോൾ മോഡൽ? എന്റെ ദൈവമേ. വീട്ടിൽ വിളിക്കുന്ന പേര്? റോൾ മോഡൽ രാധ. രാധ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഓക്കെ. ഉൾവനങ്ങളിൽ കാണുന്ന പ്രത്യേക തരം ജീവി?
കാർത്തു. Very good, very good. ആത്മാർത്ഥമായ ആൻസേഴ്സ് പറഞ്ഞു അല്ലേ? വളരെ സിൻസിയർ ആയിട്ടുള്ള അതെ, ആൻസേഴ്സ് അതെ. ആയിരുന്നു. കേള്, സത്യസന്ധത ഒരു രക്ഷയില്ല. ശീലമായി പോയതാ. എവിടുന്നാ വന്നേ? കുറവെല്ലാം കാണോ? ആ സംഭവം എനിക്കറിയാം, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ വന്ന വേറെ കേസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓരോരുത്തരും വന്നു കഴിഞ്ഞാൽ അപ്പോഴും കൈ അടിക്കണം, ചിരിക്കണം. അല്ല വെറുതെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ നിങ്ങളെ ടി വി കാണാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നാളെ ടി വി കാണുമ്പോൾ നമ്മൾ നാത്തുവിനോടൊക്കെ പറഞ്ഞ അയൽക്കാരോട് ഡെമ്പടിച്ചിരിക്കുമായിരിക്കും എന്നെ ടി വി കാണിക്കുന്നു. അവർ കാണിച്ചില്ലെങ്കിൽ നമ്മൾ അമ്മ പോവുകയും ചെയ്യും. അപ്പോൾ അതിനെതിരെ ചിരിച്ച് ആര് വന്നാലും അപ്പോഴേ കൈ ഒരു കൈ അടി ഇതുപോലെ അടിച്ച് ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക്. അതെ, അതാ ഞാൻ പറയും കേട്ടോ. അളിയാ എന്റെ പൊന്നളിയാ, ഇപ്പോഴൊന്നും വന്നല്ലോ നീ. പിന്നെ മറ്റേ മോലാലൂരില്ലേ? പിന്നെ മോലാൽ വരില്ലേ? എനിക്കത് മതി, കണ്ടാ മതി. കണ്ടാ മതി. അപ്പൊ ഒരു കാര്യം ചേട്ടാ, അളിയ ഫ്രണ്ടിൽ പോരും. അതിന് ഞാൻ അവിടെ പോയിരിക്കണേ? അളിയ അളിയനും മോഹൻലാലിനെ കാണണ്ടേ? പിന്നെ അളിയന് മോഹൻലാലിനെ കണ്ടേ? എന്നാ അവിടെ പോയിരിക്കാൻ ഈ പറയുന്നത്? അതിനാന്ന് ഞാൻ അവിടെ പോയിരിക്കണേ? അളിയനും മോഹൻലാലിനെ കാണണ്ടേ? പിന്നെ അളിയന് മോഹൻലാലിനെ കണ്ടേ? അവിടെ പോയിരിക്കണോ? ഞാൻ എന്തിനാ അവിടെ പോയിരിക്കണേ? അളിയനും മോഹൻലാലിനെ കാണണമല്ലോ. പിന്നെ മോഹൻലാലിനെ അളിയന് കണ്ടേ? അതാ പറഞ്ഞ അളിയൻ അവിടെ പോയിരിക്കാൻ ഫ്രണ്ടില്. ഞാൻ എന്തിനാന്ന് അവിടെ പോയിരിക്കണേ? മറ്റേ ഒരു മാതിരി പ്രാന്ത് കാണണ ഫ്രണ്ടിൽ പോയിരിക്കുമ്പോൾ വേറെ വർത്താനം പറയുവാൻ. അളിയന് മോഹൻലാലിനെ കണ്ടേ? പിന്നെ കാണണ്ടേ? അതാ പറഞ്ഞ അളിയനോട് അവിടെ പോയിരിക്കാൻ. അതല്ലേ ഞാൻ അത് തന്നെ. അത് അളിയന് മോഹൻലാലിനെ കാണണോ? പിന്നെ അളിയന് മോഹൻലാലിനെ കണ്ടേ? അതാ പറഞ്ഞ ഫ്രണ്ടിൽ പോയി ഇരിക്കാനെന്ന്. എന്തിനാന്ന് അവിടെ പോയിരിക്കണേ? എടാ നിനക്ക് മോഹൻലാലിനെ കാണണം. എനിക്ക് മോഹൻലാലിനെ കണ്ട. ഒരുമാതിരി തോന്നിയ സെന്ററൊക്കെ പറയുന്നത് വേഷം കെടുക്കരുത്. നീയല്ലേ പറഞ്ഞ അളിയന് മോഹൻലാലിനെ കാണണമെന്ന് ചോദിച്ചപ്പോൾ അളിയനെ കാണണമെന്ന് പറഞ്ഞു. എടി എനിക്ക് കാണണ്ട, എന്റെ അളിയന് മോഹൻലാലിനെ കാണണം. നിന്റെ അളിയന് മോഹൻലാലിനെ കാണണം? ആ എന്റെ അളിയനെ മോഹൻലാലിനെ കണ്ടേ? എന്റെ പൊട്ടക്കുണാപ്പാ, ഒരു കാര്യം ചെയ്യും, ഇനി ഈ അളിയാ വിളി വേണ്ട. അത് നടക്കൂല, അത് നടക്കില്ല. എന്താ? എന്റെ അളിയനെ ഞാൻ അളിയാന്ന് വിളിക്കാതെ അമ്മാവാന്ന് വിളിച്ചാൽ അമ്മാവനെ കയറി ഞാൻ അളിയാന്ന് വിളിക്കേണ്ടി വരില്ലേ? ഇടാ അതല്ലെന്ന്, എന്നെ ഇനി അളിയാന്ന് വിളിക്കണ്ട. ഞാൻ അങ്ങോട്ട് തിരിച്ച് അളിയാന്ന് വിളിക്കുന്നില്ല. ഇന്ന് നമ്മൾ തമ്മിൽ അളിയാ ഇല്ല. ഇല്ല അളിയാ. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? അളിയാ അയ്യോ അതെന്റെ പൊന്നളിയാ. അപ്പൊ നീ വിളിച്ചോ എന്നാ അമ്പാലി വെട്ടി തീർത്തു. എന്റെ പെണ്ണുമ്പിള്ളയുടെ ആങ്ങളേനെ എനിക്ക് അളിയാന്ന് വിളിക്കാലോ? അത് നിങ്ങളുടെ കുടുംബക്കാരൻ. ഞാൻ ഈ സംഭവം വെച്ചാല് പുള്ളി കഴിഞ്ഞ മോഹൻലാലിന്റെ കടുത്ത ആരാധകനാ പുള്ളി. ആളിച്ചാണ്. കേരളത്തിൽ എവിടെ മോഹൻലാലിന്റെ പടം റിലീസായി കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോയ്ക്ക് പുള്ളി കയറി കാണാതെ പുള്ളിയുടെ നിർബന്ധം അത്. തിയേറ്ററിൽ പടം റിലീസായി കഴിഞ്ഞപ്പോഴേ ഈ പുള്ളി ഫസ്റ്റ് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റൽ സ്ട്രീറ്റില്ലേ മറ്റേ ഈ എന്റെ പേരനത് ആൽപ്പോ മറ്റേ പെരമേണ സാധനം പെരമേന ഈ ആപ്പരസാം ഈ ഷീറ്റിന്റെ പുറത്തോടെ പുള്ളി ഇങ്ങനെ പൂച്ച പോണാരി അങ്ങ് പോകുമായിരുന്നു. പോണ സമയത്ത് ഞാൻ ഈ ആപ്പറ്റാ തീറ്റ് പൊട്ടിയിട്ട് നേരെ താഴത്തേക്ക് അങ്ങ് ചാടി തലയും കുത്തി. ആൾക്കാരെ ഓടിച്ചെന്ന് നിൽക്കുമ്പോൾ അളിയും കിടം കൊടുത്തു മത്തങ്ങ വല്ലു. ഈ അളിയൻ തലയും കുത്തിയാണല്ലോ ചാടിയത്. തല ഉള്ളിലേക്ക് കയറിപ്പോയി. എന്നിട്ട് മത്തങ്ങ വല്ലോണ്ട് അളിയന് കിടക്കുക. എന്നിട്ട് പിന്നെ അളിയൻ്റെ അത്ര വണ്ണം പൊക്കമുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെ അതിന്റെ തലയുടെ ഭാഗത്ത് വെച്ച് ഒറ്റ വലി. അപ്പൊ തല പുറത്തേക്ക് വന്നു. അപ്പൊ തല പുറത്തേക്ക് വന്നേക്കുന്ന സമയത്ത് എന്തെങ്കിലും പറ്റൂ ചേട്ടാന്ന് അവിടെ നിങ്ങൾ ചെറുപ്പക്കാർ ചോദിച്ചപ്പോ ഈ പുള്ളി പറയാ സവാരി ഗിരിഗിരി നീ പോടാ മോനെ ദിനേശ സബറോങ്കി സിന്ദഗി ജോ കഭി നഗി ഖതം ഹോ ജാതി ഹേ. അങ്ങനെ പറഞ്ഞു. റിലേ പോയില്ലേ, പ്രാന്തനായി പോയി. സംഭവത്തല്ല, ഈ തലയടിച്ച് വീണതിന് ശേഷം പുള്ളിക്കുണ്ടല്ലോ, പുള്ളി മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ഭരത് മോഹൻലാൽ എന്നങ്ങ് വിചാരിച്ചിട്ട് മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ഡയലോഗേ പറയുള്ളൂ, സൂപ്പർ ഹിറ്റ് പാട്ടേ പാടുള്ളൂ. പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആണുങ്ങളെ കണ്ടാൽ ഇതുപോലൊക്കെ ഇടിയ. അങ്ങനെ പ്രശ്നക്കാരനാണോ എന്റെ പൊന്നളിയാ? അളിയന് ഈ അസ്വസ്ഥ വന്നതിന് ശേഷം വീട്ടിൽ പട്ടിണി കളിയാ. അതിനിപ്പോ എന്തിനാ വിഷമിക്കുന്ന? എന്തിനാ ഇതിപ്പോ? കാരണം ഇങ്ങനെ ഒരു രോഗം വന്നുപോയി. അപ്പൊ അതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് പൈസ ഇല്ലാതെ വരും. ചിലപ്പോ കഞ്ഞി വെക്കാൻ പോലും നിവൃത്തി. കഞ്ഞി വെക്കാൻ അരിയും കഞ്ഞി പൈസയൊക്കെ ഉണ്ട്. പിന്നെന്താ നിന്നെ സൂക്കേട്? ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞി വെക്കാനായിട്ട് അടുപ്പിൽ തീ കൊളുത്തി കളഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി ഭരതത്തിലെ മോഹൻലാൽ എന്ന് പറഞ്ഞ് അടുപ്പ് കലയിൽ ഒറ്റക്കാലയിൽ ഏറുന്ന പാട്ട് പാടിയപ്പോ അപ്പുറത്തെ പള്ളിയിൽ വാക്കുവാണ് മുക്രിയുടെ ബാങ്ക് വരെ തെറ്റിച്ച് കളഞ്ഞു. പിന്നല്ലേ അത് വേറെ കേസിന്റെ വയ്യാത്ത ആളാകുമ്പോ അങ്ങനെ വീട്ടിൽ ഒരു ശല്യം ഉണ്ടെങ്കിൽ നമ്മളങ്ങ് സഹിക്കുമെന്നുള്ളൂ. ഇത് വീട്ടിൽ മാത്രമല്ല പ്രശ്നം. പിന്നെ കർക്കിടക മാസം ആയി കഴിഞ്ഞാൽ ആലുവ മണപ്പുറത്തേക്ക് വരും. ആരെങ്കിലും ഇങ്ങനെ മറ്റേ പിതൃതർപ്പണത്തിന് വേണ്ടി ചിതാഭസ്മമായിട്ട് വരുമ്പോ അവിടെ തടഞ്ഞു നിർത്തിച്ച് പറയാ പവിത്ര നിന്റെ അപ്പന്റെ എല്ലും മുട്ടിയും ചാരവും തൊലിയൊന്നും കടിച്ചൊന്നും ഇവിടെ കൊണ്ട് ഇടരുത്. കൊണ്ടുപോയി വല്ല തെങ്ങിന്റെ ചോട്ടി കുടിച്ചതാൻ. അപ്പം വിഷമം മരിച്ച വിഷമത്തിൽ നിൽക്കുമല്ലായിരുന്നോ? ഹെൽമെറ്റിന് തലക്കെട്ട് അടിക്കാൻ ഇങ്ങനെ ചിതാഭസ്മം കൊണ്ടുവന്ന കുടം വെച്ചോ ഒറ്റ അടി അളിയന്റെ തലക്കെട്ട്. ഈ പഴയ ഈ ബോംബെയിലൊക്കെ ഈ സ്വാമിമാർ ഇങ്ങനെ ഭസ്മം തൂക്കി ഇങ്ങനെ നിൽക്കൂല, അതുപോലെ എന്റെ അളിയൻ ഇങ്ങനെ ആലുവ മണപ്പുറത്ത് ഇങ്ങനെ നിൽക്കുക.
ചിരിക്കാൻ വേറെ വേറെ കേസുണ്ടല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കി, നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി, നമ്മളങ്ങ് സഹിക്കുവാന്നുള്ളേ ഉള്ളൂ. നാട്ടിൽ അത് നമ്മൾ എന്തോരം സഹിക്കണേ. ഈ മിനിഞ്ഞാന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നേ. എന്ത് മിനിഞ്ഞാന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ട്രാഫിക് പോലീസുകാരൻ ഇങ്ങനെ കിട്ടില്ല തട്ടോ കിട്ടാ അവനെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുള്ളി ആടുതോമയാണെന്ന് പറഞ്ഞ് മുണ്ടഴിച്ചു ഈ എസ്ഐയുടെ തലേക്കട ഇട്ടിട്ട് പറൂന്ന് ഭയങ്കര ഇടി. വേറെ കേസുണ്ടല്ലേ, ആട് തോമെന്ന് പറഞ്ഞ അതാണ്. കാരണം ലാലേട്ടൻ അതിനകത്ത് ഇങ്ങനെ മുണ്ട് പറിച്ചടിക്കുമ്പോ അത് കാണുമ്പം പ്രേക്ഷകർക്ക് ഒരു ഹരം. അപ്പൊ അതാണ് അതിന്റെ ത്രില്ല്, അതാണ് അവർക്ക് ഇഷ്ടം. ആണ്. പക്ഷെ മോഹൻലാൽ മുണ്ട് പറിച്ചെടുക്കുമ്പോ അടിയിൽ നിക്കറിട്ടുണ്ടായിരുന്നു. ഈ മെനാണ്ട നിക്കർ കണ്ടിട്ടേ ഇല്ലാത്ത മുണ്ട് മറ്റേ പറിച്ചുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അല്ല അവൻ വന്നിട്ടുണ്ടോ ഇപ്പൊ? അവൻ വന്നിട്ടുണ്ട്. കാരണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിക്കറിടാതെ ഒരുത്തം പോലും ഈ ഫ്ലോറിൽ കയറാൻ ഈ മുസ്തഫ സമ്മതിക്കത്തില്ല. ഇല്ലേ കാര്യം ഞാൻ പറയുന്നത് ആണോ? ആ നീ ഇവിടെ പോണ, നീ ഇട്ടിട്ടില്ലേ? ഞാനിട്ടിട്ടുണ്ട്. അല്ല ഞാൻ അളിയനെ വിളിച്ച് റെഡിയാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇപ്പോഴും ആടുതോമയായിട്ടാണ് വന്നിരിക്കുന്നത്. ആടുതോമയും പശുത്തോമയായിട്ടല്ല വന്നേക്കുന്നത്. ഇപ്പൊ വിഷയം എന്നാ പറയുമോ, ഇത് ഞാനിങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോ ഡോക്ടർ പറയണത്, പുള്ളി എന്നോട് ചോദിച്ചു മോഹൻലാലിനെ പുള്ളി നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജീവിതത്തിൽ പുള്ളി മോഹൻലാലിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു മോഹൻലാലിനെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സെറ്റിൽ വെച്ച് കാണിച്ചു കൊടുക്കുവാണെങ്കിൽ ആ ഷോക്കിൽ ചിലപ്പോൾ ഈ അസുഖത്തിന് മാറ്റം വന്നേക്കുന്നത്. അത് കറക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇന്ന് മോഹൻലാൽ വരുന്നത് നേരിട്ട് കാണുന്നു, അസുഖം മാറ്റും. വിളിച്ചോ, ഒരു പ്രശ്നമല്ലോ. Attention please, this is not the second part of 20th century. This is the creation of Kamalina in the crew. Dedication to the fans is coming right after you. Sagar, Elias, Jackie, reloaded. എന്താ കാണിക്കാൻ? നഖത്തിന്റെ ഇടയിൽ അടുക്കെടുക്കുവാണ്. അല്ല നഖത്തിന്റെ ഇടയിൽ അടുക്കിടക്കല്ലത്. പുള്ളി കട്ടിക്ക് മ്യൂസിക്കിലല്ലേ വന്നേ. ഇവിടെ വരെ വന്നപ്പോഴത്തേക്കും പറയാനുള്ള ഡയലോഗ് മറന്നു പോയത് ഓർക്കുക. ശംഭോ മഹാദേവ. വൈകിട്ട് എന്താ പരിപാടി? ഇവിടേക്ക് തന്നെ കാണുമല്ലോ. നീ പോമോന് ദിനേശ. എല്ലാവരും ഉറങ്ങിക്കോളൂ, ഞങ്ങൾ കാവലുണ്ട്. പിടിച്ചെടുക്കിയിരിക്കും. അളിയൻ പറഞ്ഞതിനെക്കാട്ടി ഇച്ചിരി കടുപ്പമായത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവർക്ക് ലാലേട്ടൻ വരാനായിട്ട് സാധനം താമസിക്കും. താമസിക്കും. അപ്പൊ മൂക്കൂലേ? മൂക്കും. അതുവരെ ഇവനെ ഇവിടെ നിർത്താനൊക്കത്തില്ല, പരിപാടികളുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് വന്ന് സംസാരിക്കാം. ചായ എന്ത് വേണമെങ്കിൽ കുടിക്കാം, പക്ഷേ ഞാൻ ആ മുകളിലുണ്ടാകും. അതിനെ മുകളിൽ കയറി പോന്നെ കേട്ടിട്ടില്ലേ, ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും. എന്റെ ദൈവമേ. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരി സന്താപഹാരി മുരാരേ. വന്നൂല്ലേ ഒരു തണ്ടി? എവിടെയായിരുന്നു? ചത്തോന്നറിയാൻ വന്നതായിരിക്കും. വരേ, എന്താന്ന് വെച്ചാൽ കൊടുത്തു വിട്ടേക്കൂ. മോഹൻലാലിന്റെ അപ്പനാ. അയ്യോ മോഹൻലാൽ അപ്പൻ എന്ന് പേരുള്ള കണ്ടേച്ചാലും പറയും രാജാവിന്റെ ലുക്കും ഉണ്ട്. ഒന്നും പറ്റില്ലെങ്കിൽ പച്ചക്ക് കൊളുത്തിയിട്ട് ഈ ജഗന്നാഥിനി മണ്ണ് വിടൂ. ഇതെന്തോ അമ്പലത്തിൽ തീവട്ടി പിടിച്ചിരിക്കുന്നത്? യവൻ ഈ നിൽക്കുന്ന മോഹൻലാലുണ്ടല്ലോ, യവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കൂട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കും. ഈ വഴക്കുണ്ടാക്കിയിട്ട് ഇതിന്റെ വാശി തീർക്കാൻ വേണ്ടി കൂട്ടുകാരൻ വിളിച്ച് വീട്ടിൽ വന്നേച്ച് ഉറങ്ങിക്കിടന്ന എന്റെ കാലിലെ കയ്യിലെ നഖമെല്ലാം കൂടെ പ്ലെയറിന് വലിച്ചു മറിച്ച് ഇവരൊന്നിട്ട് കൂട്ടുകാരോട് പറയുക കൊണ്ട് ചന്ദ്രമുട്ടി വെച്ച് കത്തിച്ച് ആശ തീർക്കാൻ. കൂടാതെ പുള്ളിക്ക് ഇപ്പൊ ഒരു പേര് അപ്പനെ മോനിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിഞ്ഞു അതെ, അപ്പന്റെ കൈവെട്ടിയ മകൻ ചെകുത്താൻ. എനിക്കിങ്ങനെ ഒരു മകനില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവൻ മരിച്ചു. ഇവന്റെ സ്ഥാനത്ത് ഒരു 18 പട്ട തെങ്ങ് ഞാൻ വെച്ചു. അതിൽ നിന്നൊരു കരിക്ക് വെട്ടി കുടിച്ചിട്ടേ ഈ സർസിപ്പി മരിക്കും. ഒരു മനുഷ്യന്റെ അവസ്ഥ ഉണ്ട്. അച്ഛന്റെ ഇങ്ങനെയൊക്കെ വിഷമിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാലേ അമ്മേ ഒരൊറ്റ വെട്ടിയാൻ വെച്ചേരും കേട്ടോ. ഞാൻ പുറകിൽ നിന്ന് പേടിപ്പിക്കണം. റിലാക്സ്, നിങ്ങൾ ഉറങ്ങുകയാണ്. നിങ്ങൾ ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഉറങ്ങുമായിരിക്കും. ഉറങ്ങുകയാണ്. ആരെയാ സാറേ ഉറക്കിയിട്ടേക്ക് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരെയാ? അതല്ലടോ, എന്റെ പെണ്ണുമ്പിള്ള വീട്ടിലില്ല. എന്റെ ഇളയ മോനെ ഞാൻ ഫോണിൽ കൂടെ ഉറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു. അത് നശിപ്പിക്കില്ല. നില്ലേ, നിങ്ങൾ ഉറങ്ങുകയാണ്. എന്റെ മോൻ മക്കൾ ഉറങ്ങുകയാണ്. 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 ഉറങ്ങി ഉറങ്ങി ഉറക്കം വലിക്കുന്ന കേട്ടില്ലേ? ചുമ്മാ മനുഷ്യൻ തെറ്റിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് മാറിയുന്നേ. തന്റെ പൾസ് ഒന്ന് നോക്കട്ടെ. ഓക്കെ. ആ സിസ്റ്ററെ, ഇയാളുടെ പൾസും ബി പി ഒന്ന് നോക്കിയേ. പൾസും പ്രഷറും ഒക്കെ കുറവാന്നാ തോന്നുന്നത്. എടോ, ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഉള്ള വലിയ വലിയ മുതലാളിമാരെ മാത്രം കണ്ടെത്താവുള്ളൂ. പക്ഷേ ഈ നെട്ടൂരാൻ മുതലാളിയെ സേതുലക്ഷ്മി അങ്ങനെ തോൽപ്പിക്കാൻ നോക്കരുത്. മനസ്സിലായിട്ടോ? ആ പെണ്ണുപിള്ളയുടെ നേരെ എന്തിനാ കുത്തിക്കല്ലെന്ന്? ഈ
ഈ സിസ്റ്റർ ഒന്നാമത് ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന പെണ്ണുപിള്ളിയാ. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ആൻസിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് പിരിഞ്ഞു പോകാം. ഞാൻ ആൻസി അല്ല, പിന്നെ ഞാൻ ഗാഥയാ. അതെയോ? എന്നിട്ട് മീശയും ജപിക്കാത്ത രോമൊന്നും ഇല്ലല്ലോ. ഗാഥയല്ല, ഗാഥ. എനിക്ക് തെറ്റിയതാ. കാറ്റാച്ചാ? ആണോ? എങ്കിൽ പറ, എന്ത്? എന്നോട് പറ, ഐ ലവ് യു എന്ന്. ഡോക്ടറെ, ഇയാൾ എന്ത് തോന്നിയാ പറയുന്നത്? ഞാൻ ഇങ്ങനെയൊന്നും പറയത്തില്ല. ഇങ്ങനെ പറയാനാണോ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത്? എനിക്കിതൊന്നും പറ്റത്തില്ല ഡോക്ടറെ, ഞാൻ പറയില്ല. ഞാനൊരു കുട്ടി നാട്ടിൽ റിലാക്സ് റിലാക്സ്. നിങ്ങളിപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കണം, അല്ല തല്ലി ഞാൻ കൊല്ലും. സാധാരണ ഐ ലവ് യു പറഞ്ഞ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമല്ലയോ? സാധാരണ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഐ ലവ് യു പറഞ്ഞ് പറ്റിക്കാറില്ലേ? അതുപോലെ ഒന്ന് പറഞ്ഞ് പറ്റിച്ചാ മതി. ഐ ലവ് യു. ഈ ഐ ലവ് യു ആർക്ക് വേണം? അങ്ങനെയല്ല, എന്നെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു. ഡോക്ടറെ, ഇത് ഭ്രാന്തല്ല, ഇത് അളിയന്റെ ഒറിജിനൽ സ്വഭാവം പുള്ളി പോലും അറിയാതെ പുറത്തു വന്നതാ. എടാ, എന്നോട് കളിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്റെ ശരീരത്തിൽ നിന്നെ സവാരി ചെയ്തിട്ട് ഇത് ഭ്രാന്ത്, മറ്റത് ഭ്രാന്തല്ല. സത്യം കേട്ടോ, മറ്റത് ഭ്രാന്തല്ല. ഒരു കാര്യം മനസ്സിലാക്കും, സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളിലൂടെയും ഈ രോഗി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സൈക്കിളും ചവിട്ടി അങ്ങോട്ട് സഞ്ചരിക്കാന്നാണ് ഡോക്ടർ പറഞ്ഞു. സൈക്കോസിന്റെ പ്രാന്താണെന്ന്. എന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 501 ബാർ സോപ്പ് പല്ലിന്റെ ഇടയിൽ വെച്ചിട്ട് ഷോക്ക് അടിപ്പിച്ചാലേ ഈ രോഗിയുടെ അസുഖം മാറുകയുള്ളൂ. പള്ളി പറഞ്ഞാൽ മതി. ഇതെന്ത് കാര്യത്തിന് എന്നെ ഷോക്ക് അടിപ്പിക്കുന്നത്? ഒരു സഹായം ചെയ്തിട്ട് എന്നെ ഷോക്ക് അടിപ്പിക്കുന്നു. വേറെ പണിയുണ്ടോ? ജീവിക്കാൻ ഒരു മോഹം, അതുകൊണ്ട് ചോദിക്കാം, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? എന്തുവാണെങ്കിലും ഇയാളുടെ അസുഖം നമുക്ക് ചികിത്സിച്ച് റെഡിയാക്കാം. പക്ഷെ ചെലവുണ്ട്. ചെലവൊക്കെ ചെയ്യാടാവി. ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാകും. ആ ചെലവിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. 5 ലക്ഷം രൂപ ചെലവുണ്ട് ഹോസ്പിറ്റൽ ചെലവ്. 5 ലക്ഷം രൂപയോ? ആ, തെക്കേ പറമ്പിലെ 5 ഏക്കർ തെങ്ങുതോപ്പ് നമുക്ക് എന്തിനാണോ? നമുക്ക് ചാവുമ്പോ കൊണ്ടുപോകാനോ? വിറ്റ് തൊലക്ക്. ഈ പുള്ളി പറഞ്ഞ നമ്മുടെ തെങ്ങുതോപ്പിന്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ പറമ്പിന്റെ തൊട്ടപ്പുറത്ത് തെക്കത്തേലത്തിന്റെ വലിയ മുതലാളി ഉണ്ട്. ആ മുതലാളിയുടെ തെങ്ങുതോപ്പ് വിൽക്കണ കാര്യം ഈ മെനകെട്ടവനീ പറഞ്ഞ. അത് വിറ്റ് ഞാൻ പുള്ളി ഇരട്ടക്കോടുള്ള തോക്ക് വെച്ച് വെടിവെച്ച് കൊല്ലൂലേ. അപ്പൊ പൈസ ഇല്ലല്ലോ. പൈസ ഇല്ല. സിസ്റ്ററെ, നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിക്കോ. അവിടെ ആരുമില്ല ഡോക്ടർ. അതാ ഞാൻ പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോവാം. വന്നേ എന്നെ മെനകെട്ട വർത്താനാ പറഞ്ഞത്. എന്തൊരു തീരുമാനം ഉണ്ടാക്കി നിങ്ങൾ പോയാൽ മതി. എന്തോ തീരുമാനം ഉണ്ടാവണം. ഞാൻ പറഞ്ഞില്ലായിരുന്നു മോഹൻലാലിനെ കൊണ്ടത് കാണിച്ചാൽ ചിലപ്പോ ഇങ്ങനെ അസുഖം മാറും. ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ സാർ ഇവിടെ പോയാൽ തീരുമാനം മോഹൻലാൽ വരണം. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഇങ്ങനെ അസുഖം മാറും. ആണല്ലേ? വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഇതാ മോഹൻലാൽ വന്നിട്ടുണ്ട്. ഇതാണോ? അല്ല, ഇത് ഞാനല്ല, ഒറിജിനൽ മോഹൻലാൽ സാർ വന്നിട്ടുണ്ട്. ആരോ നിൽക്കണം നോക്കി. ഇതെന്നെ ഈ പെടക്കോഴിയുടെ പുറകെ പൂങ്കോഴി നടക്കണ കറങ്ങണേ കണ്ട. ആരാ മനസ്സിലായ? എടാ, നീ വർഷങ്ങളായിട്ട് കാത്തിരുന്ന മോഹൻലാല്. ആര്? ഇത് ഇവനാ? ഇതാ മോഹൻലാൽ? ഇതെങ്ങനെ മോഹൻലാലാണത്? എന്നല്ല, ഞാൻ ഉദ്ദേശിച്ച മോഹൻലാൽ ഇതല്ല. പിന്നെ ഇതല്ല ഞാൻ ഉദ്ദേശിച്ച മോഹൻലാല്. അപ്പൊ പിന്നെ ഇതാരാ? ഇത് മമ്മൂക്കയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ സ്കിറ്റൊക്കെ? ഇഷ്ടായി. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫൺ ഗെയിമാണ്. ഈ കാർഡിൽ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ പേരോ പഴഞ്ചൊല്ലോ എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും. ഈ ബോർഡിൽ വരച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതെന്താണെന്നുള്ളത്. ഐശ്വര്യമായിട്ട് പ്രിയ ഇതെടുക്കുന്നു, കാർത്തിക വരക്കുന്നു. കാർത്തിക എനിക്കൊരു ബോംബെയുടെ ആസ്ഥാന ചിത്രകാരിയാണ്. അതെ, പിടിച്ചോളൂ. ഓഡിയൻസ് ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇതെന്താ എല്ലാരും ഇങ്ങനെ ഇരിക്കണേ? അത്ര കുഴപ്പമുള്ള സാധനമാണോ? രണ്ട് വാക്കുകളുണ്ട്. മിടുക്കി. രണ്ടാമത്തെ വാക്കാണ്. ലെറ്റേഴ്സ് എഴുതാൻ പാടില്ല കേട്ടോ. ലെറ്റേഴ്സ് എഴുതാൻ പാടില്ല. ഇതെന്താ ഇത്? ഇത് എന്റെ ദുരന്തം ഏത് കണ്ടുപിടിച്ചു? 2 മല. ആട്. ആദ്യത്തത് വരക്കാൻ പോകും. ലെറ്റർ എഴുതാൻ പാടില്ല.
എന്താ അത്? യു ആ അത് കൊള്ളാം. ഇത് ഫേസ് ആണ്. ഓ ഗോഡ്. ഇത് ഫേസ് ആണോ? അരെ how do you draw that? ഇതെന്താ ഇത്? മുട്ട നടുക്ക് വെച്ച് അയ്യോ ഇതെന്താ? ആ മുട്ടയെ വലിച്ചു കീറി ഓ നാലായിട്ട് ഇത് വലിച്ചു മനസ്സിലായില്ല. പ്ലാസ്റ്റിക്കിന്റെ ചൂലില്ലേ? ഓക്കെ, പ്ലാസ്റ്റിക്കിന്റെ ചൂലിനകത്ത് ഒരാള് കയറിയിട്ട് പ്രേതം പോലിട്ട്. അറബി ഓട്ടോ ഇത് ഇത്ര പെട്ടെന്ന് മറ്റേ ഈ ഗെയിം കാർത്തിക് അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത കാർഡ് കാർത്തിക് എടുക്കുന്നു, പ്രിയ വരക്കുന്നു. ഓക്കെ ഓക്കെ. പ്രിയയുടെ ചിത്രരചന വൈഭവം വർണ്ണിക്കാൻ പറ്റില്ല. അതെ അതെ വർണ്ണിക്കാൻ പറ്റില്ല. പാബ്ലോ വിക്കാസോന് ശേഷം വേണമെങ്കിൽ ചേട്ടാ പോയി ചായ പിടിച്ചിട്ട് വന്നോളൂ. കൊറേ സമയമുണ്ട്. കറക്റ്റ് കാര്യമാണ്. അടിപൊളി. ഹലോ ഹലോ എന്നെ കാണിക്കുമോ? കണ്ടോടാ കണ്ടോ ഇല്ല. ഓക്കേ. കുറ- 2 അക്ഷരം. ആത്മവിശ്വാസം അതേപോലെ അനുകരിച്ച് അതെ. രണ്ട് വര. ഭയങ്കര സെറ്റപ്പ് കേട്ടോ. 2ാമത്. 2 വരയിടേണ്ട കാര്യമില്ല ഇനി. അത് ശ്രദ്ധിച്ചോ? ഇപ്പൊ കാണാൻ കശുവണ്ടി മാംഗോ. ഇതിന് ഞാൻ എന്ത് കാണിക്കും? അതാ ഞങ്ങളും കണ്ടോണ്ടിരിക്കുന്നത്. എന്ത് കാണിക്കും പ്രിയ? എന്ത് ഭയങ്കര ഈസിയാണ്, പക്ഷെ ഞാൻ പറഞ്ഞു തരൂല. പറയടോ. ഏയ് എന്ന് പറഞ്ഞ എന്ത് ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബ്. പിക്കിൾസ്. ടെസ്റ്റ് ട്യൂബിലുണ്ടായ കശുവണ്ടി. അച്ചാർ. മാങ്ങ ഇല്ല, അച്ചാർ മാങ്ങ ഇല്ല. അങ്ങനെ ഉണ്ട്, പക്ഷെ അതല്ല. അയ്യോ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. മാഡം സോറി. അയ്യോ അപ്പൊ അച്ചാറായി. അല്ല ഐ മീൻ പ്രിയ എന്തിനു നാണിക്കുന്നത്? അത് ഈ കോസ്റ്റ്യൂമുകൾ എന്താ ചെയ്യാത്? കഴിഞ്ഞ ദിവസം വരെ ഒരു നാണമില്ലാത്തൊരു പെണ്ണായിരുന്നു. എന്തുവാടേ ഇത്? കഷ്ടമുണ്ട്. എനിക്ക് മാത്രം നീ ഹാർഡ് തരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് ഇഷ്ടമില്ല. വിണ്ടൂല്ല ഞാൻ ആരോടുത്ത് പറഞ്ഞു. പ്രിയ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 2 എപ്പിസോഡ് വരെ അത് തന്നെ പോകും കേട്ടോ. ഞാൻ കയറി വരക്കേണ്ട ഒരു തോന്നണല്ലേ? വരയ്ക്കും കാണിക്കും. ഇത് കറക്റ്റായി. സീഡ്. സീഡ്. ഇത് തന്നെ അല്ലടോ ഞാനും കാണിച്ചത്. ഇത് 2 എപ്പിസോഡ് പോകും, അത് ഉറപ്പാ. ക്യാപ്പ്. സീഡ്. എല്ലാം മാംഗോ. പൾപ്പ്. എന്താ പ്രശ്നം? എനിക്ക് ബോംബെയിൽ ഈ സാധനം കിട്ടില്ലായിരിക്കും. ഇവരായിട്ടും കാണാൻ സാധ്യതയില്ല. 2ാമത്തെ പിടി കിട്ടിയല്ലോ. അപ്പൊ മാങ്ങ വെച്ചോളൂ, ഐറ്റംസ് ഒക്കെ പറഞ്ഞോളൂ. ഇത് ഫുഡാണോ? ഇതൊരു ഫുഡ് ഐറ്റം. അതെ. സ്വീറ്റ് ആണോ? പിക്കിൾ ആണോ? അതുപോലത്തെ വേറെ എന്താണോ ഉള്ളത്? പിന്നെ എനിക്കത് അറിഞ്ഞൂടാ. അറിയാം അതിന് എനിക്ക്. ഹലോ അട്ട. നോ സൗണ്ട്. അട്ടന്ന്. ഈശ്വര. ഒരാള് കഷ്ടപ്പെടണം കണ്ടിട്ടേ സഹായിക്കാൻ കൂടി. ഞാൻ കഷ്ടപ്പെട്ടപ്പോ ഒന്നും മിണ്ടാനില്ലല്ലോ. വേണ്ട. സ്വന്തമായിട്ട് മേടിച്ചതാ. എന്ത് ചെയ്യുന്നു? പൊടി. ഓ ഡസ്റ്റ്. ഞാൻ എന്തിനാണ് ഇത് ഈ പണി ഏറ്റെടുക്കേണ്ട വല്ല കാര്യം ഒരു കാര്യമില്ല. എന്ത് പ്രശ്നം അറിയോ? ബോംബെയിൽ ഇത് കിട്ടില്ല. കിട്ടൂല. ഇതെന്താന്ന് പിടി കിട്ടിയോ സംഭവം? മാംഗോ വെള്ളത്തിൽ ഫ്ലോട്ട് ആവും. ഓൾമോസ്റ്റ് വന്നു. പോട്ടെ. ഇതെന്താണ് സംഭവം? വെള്ളം. വെള്ളത്തിൽ വെള്ളം വാങ്ങുക. വെള്ളം അല്ല വെള്ളം. സീ മാംഗോ. എന്തൊക്കെ? ഉപ്പ്, സോൾട്ട്.
സോൾട്ട് മാംഗോ. കുറച്ചും കൂടെ ഒന്നാവണം, കുഴപ്പമില്ല. അല്ല ഇല്ലെങ്കിൽ ചതിക്കില്ലേ? അല്ല പാവം അത് കൊടുത്തേ. ബോംബെയിൽ ഉപ്പിലിട്ട മാങ്ങ കിട്ടില്ല. ആ സാധാ ഞാൻ പറഞ്ഞത് എന്ത് പറഞ്ഞു? സോൾട്ട് മാംഗോ. അത് പറഞ്ഞു നേരത്തെ പറഞ്ഞു. വിനയ എടുക്കട്ടെ, ഇനി കാർത്തിക വരക്കട്ടെ, അതായിരിക്കും അതിന്റെ ശരി അല്ലേ ചേട്ടാ? ഓക്കെ. ഈ നാണക്കേടൊന്നും മാറ്റിയില്ലെങ്കിലുണ്ടോ? അല്ല കളിക്കുന്ന ആരാ? അല്ല കാർത്തികയാണ് വരയ്ക്കുന്നത്. ശരിയായിട്ട് എടുത്തോളൂ. അപ്പൊ ചായ കുടിക്കാൻ പോകണ്ടല്ലോ. കാണിക്കാം കാർത്തിക. യെസ്. ആന്ന് പറഞ്ഞെങ്കിലും കാർത്തിക വീണ്ടും ആലോചിക്കുന്നത് എങ്ങനെ വരച്ചാണ്. പുല്ല് കൈ 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 ഓക്കെ. മോതിരം, വള. ആ കയ്യിലെ മറുക്. മൈലാഞ്ചി. വെരി ഗുഡ്. ടു ഈസി ആയി കേട്ടോ. നല്ല വരപ്പായിരുന്നല്ലേ? എനിക്ക് മാത്രം ഹാർഡ് തന്നിട്ട് ഇവരൊക്കെ ഈസി കൊടുക്കുക ചേട്ടാ. ഇതൊന്നും ഫെയർ അല്ല കേട്ടോ. എന്താ പ്രശ്നം എന്നറിയോ? ഇത്തരം ബുദ്ധിയുള്ള എനിക്ക് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ തരരുത്. ഇനി ഹാർഡ് ആയിട്ട് കൊടുക്കുക. നമ്മളാ മാനക്കേടെ മാർക്ക്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ലാസ്റ്റ് കാർഡാണ്, അത് കാർത്തിക തന്നെ എടുക്കട്ടെ. വിനയ് വരച്ചോ, അതാ എന്റെ ശരി എനിക്ക് തോന്നുന്നു. ആ നാണക്കേട് നിങ്ങൾ മാറ്റിയേക്കാലോ. ഓക്കെ ഓക്കെ, അപ്പൊ കാർത്തിക. അല്ല ഇത് വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷെ എന്താന്ന് പറയുക, കാർത്തികയിലേക്ക് എങ്ങനെ എത്തിക്കും എന്നുള്ള ഒറ്റ കുഴപ്പം. ഇത് ഫസ്റ്റ് വേർഡ് ആണോ സെക്കൻഡ് വേർഡ് ആണോ? ഓക്കെ, ഇത് എന്താ മാലയോ? സ്ത്രീ, മുടി, തല, ഹിജാബ്, മാല, യക്ഷി, ദുപ്പട്ട. അപ്പൊ ഈ ദുപ്പട്ട ഫസ്റ്റ് സെക്കൻഡ് ആണോ? ഫസ്റ്റ്. തട്ടം. Yeah. അത്ര അല്ല അത് വലിയ കാര്യമാണ്. Amazing, amazing. അത് പൊളിച്ചത്. വെറുതെ ചേട്ടാ ഇതിങ്ങനെ 3 വരെ ഇട്ടു. അപ്പൊ പെൺകുട്ടി പറഞ്ഞു തട്ടത്തിൽ പറയത്. അത് മാറാ പറഞ്ഞേ ബോംബെക്കാരി കൊണ്ട് പറയിപ്പിച്ച് തട്ടത്തിൽ പറയുന്നത് അല്ലേ? സമ്മതിക്കട്ടെ എന്നെ. തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചെടിയേ. ആരത്? ഇത് മറ്റേ അമ്മായിയാണ്. ഏത്? ആ വട്ടായി പോയാ? അത് തന്നെ, അപ്പങ്ങളമ്പാട് ഒറ്റക്കൂട്ട അമ്മായില്ലേ, മരുമോന് കൊടുത്തൊരു വട്ടായി. എന്റെ അമ്മ അതെ, ഇവരുടെ മോളുടെ കല്യാണത്തിന് ആടിനെ അറുത്തോണ്ടിരുന്നപ്പോ ആടെന്തോ കുത്തി ഇവർക്ക് വട്ടായി. ഇടക്കിടക്ക് ആടിന്റെ ശബ്ദം അവരിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർ വരും, കുറച്ച് വട്ടുള്ള സ്ത്രീയാണ്. പേടിക്കണ്ട കാര്യമില്ല കേട്ടോ. ഒരു കുലം മുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ട് സഖി. 1 കിലോ മുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ട് പ്രിയ. അത് 1 കിലോ അല്ലമായി, അത് 1 കുലയാണ്. എന്റെ പൊന്നു പകയാണ്. ഒരു കൊല തിന്നിട്ട് എന്താ അവനെ 1 കിലോ എങ്കിലും വേണം വയറ്റുമല്ലെന്ന് അറിയണോ? പെരുന്നാളായിട്ട് ഇയാൾ 1 കിലോ കൊണ്ട് നടക്കുക അവിടെ. ഒന്നുമില്ല. പെരുന്നാളൊക്കെ എന്താ വിശേഷം? പെരുന്നാളൊക്കെ കയ്യില് മൈലാഞ്ചിയൊക്കെ. മൈലാഞ്ചി മോന്ത പിടിച്ച് ഞാൻ ഒരയ്ക്കും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഡ്രൈവർ ചെളിതെറിപ്പിച്ചതാ മൈലാഞ്ചി ഇട്ടേക്കാന്ന്. കണ്ണി ബോധമില്ല. അയ്യോ പിന്നെ അല്ലാതെ പെരുന്നാളായിട്ട് എന്തെല്ലാം വിഭവങ്ങളാന്നറിയാമോ മക്കളെ? അതങ്ങോട്ട് ഇങ്ങോട്ട് മാറിയില്ല അവന്. പൊന്നുമോളെ വീട്ടിൽ അരിപ്പത്തിരി, നെയ്പത്തിരി, പിന്നെ ഗോതമ്പ് പത്തിരി, റവ പത്തിരി, മൈദാ പത്തിരി, എന്താ വേണ്ട ചിക്കൻ പൊറോട്ട, ഏതൊക്കെ മോനെ, പിന്നെ ബീഫ്, പിന്നെ ഇന്ന് രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ലല്ലോ ഇത് മുഴുവൻ ഉണ്ടാക്കണമെങ്കിൽ. ഉണ്ടാക്കിയോ? പിന്നെ മോളെ മനസ്സിലൊരു ആഗ്രഹം തോന്നിയതില്ല ഇതൊക്കെ ഉണ്ടാക്കാൻ ഇവിടെ നിൽക്കുന്ന നമ്മളെ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ടി വി തുറന്നു കഴിഞ്ഞാൽ ദൈവമേ എന്തൊക്കെ സംഭവങ്ങളാ. കുക്കറി ഷോ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പെൺപിള്ളേർ ഇങ്ങോട്ട് വന്നിട്ട് ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. ദൈവമേ ഇതൊക്കെ അങ്ങോട്ട് കണ്ടതിന് ശേഷം ഇത്ത എന്തെന്നറിയാവോ? ഇല്ല, അപ്പഴേ ടി വി അങ്ങ് ഓഫ് ചെയ്യും. നമ്മളെ കൂടെ വെള്ളം തെറിഞ്ഞ കളയേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യമില്ല.
മോളെ എന്തോ ഇവിടെ സിനിമാടി അല്ലയോ? അതെ ഇത് മനസ്സിലായില്ലേ? ആ എനിക്ക് എന്നെ കണ്ണ് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഇല്ല മോൾ അഭിനയിച്ച പടം ഏതാ മോളെ? ഞാൻ അഭിനയിച്ച സിനിമയുടെ പേര് ജനകൻ. കനകനെയോ? ജനകൻ. കനകനെയോ? കനകനെ കൊനവനാ അയ്യോ അങ്ങനല്ല, ഞാൻ അഭിനയിച്ച ചിത്രത്തിന്റെ പേരാണ് ജനകൻ. പിന്നെ അങ്ങനെ പറഞ്ഞ ചോയ്പാ കനകന കനകന എങ്ങനെ പറഞ്ഞാ മതിയോ? പിന്നെ മോളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അയ്യോ മമ്മൂട്ടിയുടെ പടത്തിനകത്ത് എന്നാ സംഭവം ചെയ്തേക്കുന്നത്. കമത്ത് കമത്ത് നല്ല പടമാ അത്. കമത്ത് കമത്തല്ല, പിന്നെ കമ്മത്ത് കമ്മത്ത്. കമത്തിയാലും മലത്തിയാലും എത്ര നാൾ ഇങ്ങനെ എന്തോ ആയിക്കോട്ടെ സാറേ. കമത്തിയാലും മലത്തിലും എത്ര നാൾ ഇങ്ങനെ കമത്തിയും മലത്തും ജീവിക്കാൻ പറ്റും? ജോലി ചെയ്ത് ജീവിച്ചൂടായോ? മോളാന്ന് ഡൽഹി ഡാൻസ് ഒക്കെ കളിക്കുന്നേ? ഡൽഹിയോ? ബെലി ഡാൻസ്. ആ ബലിയിടുമ്പോ ഡാൻസ് അല്ല കളിക്കുന്നത്, അവർ കരയുന്നതാ. ബലിയിടുമ്പോ അതല്ല ഞാൻ ചോദിച്ചത്. ഈ ഡൽഹിയിൽ ഡാൻസ് കളിക്കുമായിരുന്നല്ലേ മോള്? ബെലി ഡാൻസ്. ബലിയിടൻ തന്നെ ഡാൻസ് കളിക്കാനെന്നാ ബെല്ലി ഡാൻസ് ഒന്ന് കളിച്ചൊന്ന് കാണട്ടെ. ഇടിച്ച് പൊട്ടിക്കല്ല, അങ്ങോട്ട് മാറി. അവസാനം എന്റെ ബലിയിടേണ്ടി വരും. മോള് തമിഴ് പടം അഭിനയിച്ചായിരുന്നല്ലോ, അതേതായിരുന്നു? പിന്നെ പറയാൻ കൊള്ളാത്ത പടം ഒന്നേ പറയണ്ട. എന്നാ പറയണ്ട. നമ്മൾ സ്നേഹമായിട്ട് കാര്യം ചോദിച്ചാൽ ഉടനെ പറയണ്ട. അല്ല ഇത്ത സിനിമ കാണാറുണ്ടോ? അപ്പോ ദൈവമേ കാണാറുണ്ടോ? അവസാനമായിട്ട് മമ്മൂട്ടിയുടെ പടം കണ്ട് നിർത്തി മോനെ, ദുനിയാവിലെ സൈത്താൻ. അത് മമ്മൂക്ക ദുനിയാവിലെ സൈത്താൻ എന്നൊരു പടം ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടോ? എന്റെ അടുത്ത് കിടന്ന് ചൂടാവുന്നു. കീരിയുടെ മോന്തെ വെച്ചോണ്ട് എടുത്ത് അവിടെ ഇരിക്കുന്നേ. ദുനിയാവിലെ സൈത്താൻ ഇങ്ങനെ മമ്മൂട്ടിയുടെ തലയിൽ കൂടെ കൊമ്പൊക്കെ വളർന്നു വരുന്നില്ലേ? അത് പട്ടണത്തിൽ ഭൂതം. ആ നമ്മളെ ഭാഷയിൽ ദുനിയാവിലെ സൈത്താൻ എന്ന് നമ്മൾ പറയുന്നത്. പിന്നല്ലാതെ നമുക്ക് എന്റെ മോനെ ആ പടം കണ്ട് നമ്മളെ കെട്ടിയോ നമ്മളെ ബന്ധം വിരിഞ്ഞെന്ന്. അയ്യോ സംശയം. എന്റെ കെട്ടിയോന് എന്നെ സംശയം. പടം കാണാൻ പോകുന്നത് സംശയമാണോ മോനെ? ഒരിക്കലും അല്ല. തെറ്റാണോ? തെറ്റാണോ? ഇങ്ങനെ എല്ലാരും വിചാരിച്ച് നമ്മളൊക്കെ പട്ടിണിയാവില്ലേ? ഒരു സിനിമ കാണാൻ പോയിട്ട് എന്റെ കെട്ടിയോൻ എന്നെ സംശയിച്ചിട്ട് ബന്ധം വരെ വേർപിരിഞ്ഞ്. അയ്യോ അയ്യോ അയ്യോ, അത് ഭയങ്കര കഷ്ടം. ശരിയാ, നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ സംശയിക്കാം. ഏതൊരു പെണ്ണിനെ സംശയിക്കാൻ അടി കൊടുക്കാം. ഞാനും തൊട്ടപ്പുറത്തെ രാജുവായിട്ട് അവന്റെ ബൈക്കിൽ അവനെ ചേർന്ന് കെട്ടിപ്പിടിച്ചിരുന്നാ ഞാൻ പോയത്. ആ എന്നെ സംശയിച്ചേക്കുന്നു. ഞാൻ തന്നെ അങ്ങോട്ട് നിക്കട്ടെ. അപ്പൊ എല്ലാം പറഞ്ഞല്ലേ? അപ്പൊ ആട്ടർച്ചി ഒന്ന് റെഡിയാക്കി. കാര്യം പറയല്ലേ? ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ആടൊരു ഭീകര ജീവിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോ ഈദിന്റെ ദിവസം തന്നെ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എസ്പെഷ്യലി ഈദ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാം ബോംബെയിൽ മുസ്ലിംസ് ആണ്. സോ ഞാനും ഈദിന്റെ ഫാസ്റ്റിംഗ് ഒക്കെ വെച്ച് ചുമ്മാ ഇഫ്താർ മാത്രം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. സോ ഞാൻ അപ്പോക്ക് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്യാൻ, എനിക്ക് ഡയറ്റിംഗ് ഒന്നും പറ്റൂല. ബട്ട് വെറും അവരുടെ ആഹാരവും യമ്മി ഇഫ്താർ കഴിക്കാൻ വേണ്ടി ഞാൻ ഫാസ്റ്റിംഗ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ള കാർത്തിക? ജസ്റ്റ് ഈദ് മുബാറക്കോ. ആൻഡ് ഈദ് ആയാലും ഒരു ഓണം ആയാലും വിഷു ആയാലും എന്തായാലും ക്രിസ്മസ് ആയാലും ഇതെല്ലാം നമ്മൾ ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു റീസൺ ആണ്. സോ ബിക്കോസ് നമ്മൾ എപ്പോഴും എക്സ്പെഷ്യലി ഈ ജനറേഷൻ നമ്മൾ എപ്പോൾ കണ്ടാലും ട്രാവൽ ചെയ്യും, വർക്ക് ഉണ്ട്. സോ ഫാമിലി നമ്മുടെ ചെറിയ ചെറിയ റിലേറ്റീവ്സ്, ദൂരത്തെ റിലേറ്റീവ്സ് അവരിലേക്ക് കാണാൻ പറ്റുന്നത് വളരെ റെയറാണ്. സോ ഐ തിങ്ക് ഈദ് ആയാലും ഏത് ഫെസ്റ്റിവൽ ആയാലും നിങ്ങൾ പ്ലീസ് ഫാമിലിയോട് മാത്രം സ്പെൻഡ് ചെയ്യണം. ഫ്രണ്ട്സിനേക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. ഫാമിലിയാണ് ഇപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് വാട്സപ്പും ഫേസ്ബുക്കും ഇല്ലാണ്ട് ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഫാമിലിയോടൊപ്പം അല്ലേ? ആൻഡ് നമ്മുടെ ഫ്ലവേഴ്സ് ഷോ കണ്ട് എൻജോയ് ചെയ്യും. കോമഡി സൂപ്പർ നൈറ്റ് 2 പവേർഡ് ബൈ ചുങ്ക ജ്വല്ലറിയുടെ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നമ്മള് കാർത്തികയുടെ ഒരു അടിപൊളി ഡാൻസ് ഉണ്ട്, അമലി തുമ്മലി, അതിന്റെ ഡാൻസും കൂടെ കൂടി നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാലോ. ഭയങ്കര ഹാപ്പി ആയിട്ട് ഹാപ്പി നോട്ടിൽ തന്നെ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ.